why we broke up in the first place. 'Cause I want you to know that I'm ready to go. Heartbeat, my heartbeat. Do not talk about. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ഒരുപാട് തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത്ര സറൗണ്ടിൽ അതായത് അഴീക്കോട് മേഖലയിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം കുറച്ചധികം ബോഡി ബിൽഡിങ് ജിമ്മുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും നീ എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് വേറൊരു ജിമ്മിൽ പോകാൻ കാരണം എന്നുള്ളതിനുള്ളൊരു റീസണായിട്ടാണ് ഇന്നൊരു വീഡിയോ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മാർഷൽ ആർട്സ് ജിമ്മാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും അവിടെ എന്താണ് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ, അതായത് മറ്റുള്ള ജിമ്മുകളിൽ നിന്ന് എന്താണ് അവിടെ വ്യത്യസ്തമാക്കുന്നത്, അവിടെ നിന്ന് എന്താണ് നിനക്ക് കിട്ടുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് യൂട്യൂബിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്ഥലം വരുന്നത് കോണത്തുനിന്നാണ്, അതായത് തൃശ്ശൂർ റൂട്ട്. ജിമ്മിൻ്റെ പേര് GGFC ഗോൾഡൻ ഗ്ലൗ ഫൈറ്റ് ക്ലബ്ബ് എന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 3 മാസത്തോളമായി ഇപ്പോൾ ആ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. അതായത് ഡെയിലി പോകാനുള്ളൊരു മോട്ടിവേഷൻ അവിടെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം പുഷ് ചെയ്യുന്ന രീതിയിലുള്ളൊരു വർക്കൗട്ട് കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. ഏകദേശം ഇപ്പോൾ ഒരു 5:30 ആയി. ഫസ്റ്റ് ബാച്ച് 6:30 അപ്പോൾ നമ്മൾ ആ ബാച്ചിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഉൾക്കൊള്ളിക്കാൻ നോക്കുന്നത്. അപ്പോൾ വരുന്ന വീഡിയോസിൽ ജിമ്മിനെ കുറിച്ചുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. ഇതാണ് അപ്പോൾ ജിമ്മിൻ്റെ ലൊക്കേഷൻ പറഞ്ഞ സ്ഥലം. നമ്മുടെ തൃശ്ശൂർ പോകുന്ന റൂട്ടാണ്. കോണത്തൂന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ജിമ്മിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതാണ് ജിമ്മിൻ്റെ അകം കാണുന്നത്. റിംഗ് സൈഡാണ് ഈ കാണുന്നത്. അത്യാവശ്യം 16 വർഷത്തോളം പഴക്കമുള്ളൊരു ജിമ്മാണ്. അതിലൊന്നുള്ള കാര്യം അവിടുത്തെ രീതികളിലാണ് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. ഇതാണ് നമ്മുടെ ശ്രീജിത്ത്, നമ്മുടെ മൊയ്ത്തായി ഫൈറ്ററാണ്, പ്രോ ഫൈറ്ററാണ്. അപ്പോൾ വാമ്പൊക്കെ കഴിഞ്ഞ് റാപ്പ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വടിയും പിടിച്ച് നടന്നു പറഞ്ഞാൽ നമ്മുടെ ആശാൻ. പേരാണ് ഷാമിലുദ്ദീൻ. ആളൊരു പ്രോ ഫൈറ്ററാണ്. ഇവിടുത്തെ പ്രാക്ടീസ് സെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് എല്ലാവരും ഒരുമിച്ച് നിർത്തി, അതായത് പഴയ സ്കൂളിലൊക്കെ ചെയ്യിപ്പിക്കുന്ന പോലെ, PT സെക്ഷനിൽ ചെയ്യിപ്പിക്കുന്ന പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിർത്തി ചെയ്യിക്കും. അപ്പോൾ അതിലൊരു ഉഡായിപ്പും നടക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മിസ്റ്റേക്ക് ചെയ്താലോ അല്ലെങ്കിൽ ഒരാൾക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ മറ്റൊരാളിനെ നോക്കി ചെയ്യാനും പറ്റും. പക്ഷേ നമ്മുടെ ആശാൻ നോക്കുന്നതുകൊണ്ട് വേറൊരു ഉഡായിപ്പും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റു ജിമ്മുകളിലൊക്കെ പോയി നമ്മൾ PT എടുക്കുന്നതിലും ഭേദം ഇവിടെ സാധാ കോച്ചിങ്ങിന് ചേർന്നാൽ മതിയാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പുഷ് ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ നമുക്ക് ചെയ്തേ പറ്റും. ഇപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ വന്നിട്ട് ഒരുപാട് നാളുകളായി. അപ്പോൾ ഈ പുള്ളിക്കാരനൊക്കെ നല്ല മാറ്റമുണ്ട്, നല്ല തടിച്ചിട്ടൊക്കെ വന്ന പുള്ളിക്കാരനാണ്. അപ്പോൾ ആശാൻ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും നമ്മളോട് ഓപ്പണായിട്ട് പറയുകയും ചെയ്യും. അതപ്പോൾ തന്നെ ഒരു പഴയ സ്കൂൾ രീതിയാണ്, നല്ല രീതിയിൽ ചീത്ത കേൾക്കും. അപ്പോൾ സെക്ഷൻ കഴിഞ്ഞ് അപ്പോൾ നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് സ്പാറിംഗ് ആണ്. സ്പാറിങ് എല്ലാവർക്കും ഉണ്ടാവില്ല. സ്പാറിംഗ് എന്ന് വെച്ചാൽ ഫൈറ്റിന് ഇറങ്ങുന്നവർക്കും പിന്നെ അത്യാവശ്യം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മാത്രമേ സ്പാറിംഗ് ഉണ്ടാവുള്ളൂ. സ്പാറിംഗ് സെക്ഷനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 30-ാം തീയതി കോഴിക്കോട് ഇറങ്ങുമെന്നുള്ളൊരു ഫൈറ്റിന് ഇറങ്ങാൻ പോകുന്ന കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഈ സ്പാറിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്പാറിങ്ങിൽ ടെക്നിക്കൽ സ്പാറിംഗ് ആണ്. നമുക്കൊരു അനുഭവമാണ്. അവിടെ റിങ്ങിൽ ഇതിനെക്കാട്ടിലും ടഫായിരിക്കും. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റിയതല്ല ഈ ജിമ്മിലെ വിശേഷങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോക്സിങ്, കിക്ക് ബോക്സിങ്, മൊയ്ത്തായി, ഗ്രാപ്ലിംഗ്, MMA. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊരു വീഡിയോ ചെയ്യാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജിമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോയിൽ ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ ഒരു സെക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ വായിച്ച എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, താങ്ക് യു.